ഇന്ന് ലീഗിലെ നേതാക്കൾ ദീപദാസ് മുൻഷിയുമായി സംസാരിച്ചതിനു ശേഷം അതിൽ ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ വളരെ ഹാപ്പിയാണ്. RSPയിലെ നേതാക്കളും ഒരു പരിധിവരെ ഹാപ്പിയാണ്. RSPയിലെ ഒരു നേതാവ് എന്നോട് പറഞ്ഞത്, പേര് തന്നെ പറയാം, ഷിബു ബേബി ജോൺ തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഇതേവരെ UDFന്റെ ഇത്തരത്തിലൊരു ചർച്ചയിൽ ഇങ്ങനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്നാണ് ഷിബു ബേബി ജോൺ എന്നോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചു, ഏകദേശം 50 മിനിറ്റ് സമയം ഷിബു ബേബി ജോണിൻ്റെ RSP UDFൽ ദീപദാസ് മുൻഷിയുമായിട്ട് സംസാരിച്ചു. മറ്റുള്ളവർക്കൊക്കെ 10-12 മിനിറ്റ് മാത്രം കിട്ടിയപ്പോൾ RSP വിശാലമായിട്ടാണ് ഈ കാര്യത്തെ അവതരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗും അവതരിപ്പിച്ചു കേട്ടു. ലീഗ് വളരെ പൊളിറ്റിക്കലായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗ് ഇതിൽ ആത്മവിശ്വാസം ലീഗിന് വരാനുള്ള കാര്യം, എൻ്റെ വിഷയത്തിൽ എൻ്റെ നിലപാട് താൽക്കാലികമായി ആത്മവിശ്വാസം കിട്ടി എന്നുള്ളതാണ്. ആശങ്ക അകന്നു എന്നതാണ് എൻ്റെ നിലപാട്. അതിൻ്റെ കാരണം ലീഗിലെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച നേരത്തെ UD ബാലകൃഷ്ണൻ സൂചിപ്പിച്ച വിഷയങ്ങൾക്കും അപ്പുറം 2-3 കാര്യങ്ങൾ കൂടി അവർക്ക് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അവർ കരുതുന്നു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി പ്രത്യക്ഷമായോ പരോക്ഷമായോ നേതാക്കൾ തമ്മിൽ ഒരു കിടമത്സരം ഉണ്ടാവില്ല. ഇത് ദീപദാസ് മുൻഷിയിൽ നിന്നൊരു ഉറപ്പ് വാങ്ങാൻ ലീഗിലെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ, അതായത് പരോക്ഷമായി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരു ഉദ്ഘാടനം ചെയ്യുന്നു, 2 തരത്തിൽ വേദിയിൽ വന്നിട്ട് തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു എന്ന മട്ടിലുള്ള ഒരു കിടമത്സരം നേതാക്കൾക്കിടയിൽ ഉണ്ടാവില്ല.